ട്രെയിൻ യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിയോൺസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ലിയോൺസ്, നമ്മൾ ഏറെ പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതുണ്ട്. നമ്മുടെയൊക്കെ സുഹൃത്തുക്കളും നമ്മളും നമ്മുടെ അനിയത്തിമാരും സഹോദരിമാരും അമ്മമാരും എല്ലാവരും സ്ഥിരം യാത്ര ചെയ്യുന്നതാണ് ട്രെയിനിൽ. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മൾ സൗമ്യൊന്നും മറന്നിട്ടില്ല. ഇപ്പോഴിതാ വീണ്ടും ഒരു സംഭവം, അതും യാതൊരു പ്രകോപനവും ഉണ്ടാവാതെ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്ക് തള്ളുന്നു. എന്താണ് പറയാനുള്ളത്? വളരെ സങ്കടകരമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ യാത്രക്കാരുടെ സംഘടന എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടുകൂടി നമ്മൾ റെയിൽവേയോട് പല തവണ ആവശ്യപ്പെട്ടതാണ്. ഇത് സ്ട്രെങ്ത് കുറവാണ്, എല്ലാ ട്രെയിനുകളിലും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകാറില്ല. ഈ ഒരു അവസ്ഥ വളരെ നാളായി നമ്മൾ പറയുമ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള മറുപടിയാണ്. പക്ഷേ ഈ കുറവ് നികത്താൻ, ഈ കുറവ് കൂട്ടാനുള്ള ഒരു നടപടിയും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അന്ന് ഉണ്ടായിരുന്ന സ്ട്രെങ്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഏത് സമയത്തും ആരും ആക്രമിക്കപ്പെടാവുന്ന അവസ്ഥയാണ്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും യാത്രക്കാരായാലും നമ്മൾ അവയർനെസ് വീഡിയോസ് മാത്രം പുറത്തു വിട്ടിട്ട് കാര്യമില്ല. ശ്രീ ലിയോൺസ്, സാധാരണ ഇത്തരത്തിൽ ദീർഘദൂര ട്രെയിനിലൊക്കെ പോലീസിന്റെ ഒരു റോന്ത് ചുറ്റൽ ഉണ്ടാവാറുണ്ട്, പോലീസിന്റെ ഉണ്ടാവാറുണ്ട്, സൈന്യത്തിൻ്റെ ഉണ്ടാവാറുണ്ട്. അവർ ഒരു റോന്ത് ചുറ്റൽ അവരത് കാണാറുണ്ട് സാധാരണ. പക്ഷെ ഇവിടെ ഇന്നലെ അത് ഉണ്ടായില്ലേ? അല്ല, റോന്ത് ചുറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പം 1-2 ട്രെയിനുകളിലോ അല്ലെങ്കിൽ അല്ലാതെ റോന്ത് ചുറ്റൽ ഉണ്ടായിട്ട് കാര്യമില്ല. എല്ലാ ട്രെയിനുകളിലും അതിനകത്ത് എല്ലാ ബോഗികളിലെങ്കിലും അല്ലെങ്കിൽ ഒരു 3-4 ബോഗികൾ അടുപ്പിച്ചെങ്കിലും പോലീസിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഇവർക്ക് ബോധ്യപ്പെടണം. അതായത് സ്ഥിരം കുറ്റവാളികളുണ്ട്. ഇതിപ്പോ ഇന്നലെ ഉണ്ടായത് മദ്യപിച്ചിട്ടുണ്ടായതാണെന്ന് നമുക്ക് പറയാം. പക്ഷെ എങ്കിൽ തന്നെയും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടില്ല. അപ്പൊ അതിന് നടപടി എടുക്കേണ്ടത്, നമ്മൾ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വാർത്ത വരും, സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 2 ദിവസം ഈ ഒരു വാർത്ത ഇങ്ങനെ കത്തി നിൽക്കുമെന്നല്ലാതെ ഒരു നടപടിയും ഇതിനെ തുടർന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇനി എന്ത് നടപടി വേണമെന്നാണ് താങ്കൾ പറയുന്നത്? നടപടി വേണ്ടത്, നമുക്കിപ്പം യാത്രക്കാർക്ക് ഒരു പരിമിതിയുണ്ട്. ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പോലീസിന്റെ സഹായം തേടിക്കഴിഞ്ഞാൽ 1-2 സ്റ്റേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് സഹായം കിട്ടുന്നത്. ആ ഒരു ദുരവസ്ഥ മാറണം. നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ എമർജൻസി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോലീസ് സംവിധാനം, അതല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി സംവിധാനം എല്ലാ ട്രെയിനിലും ഉണ്ടാകണം. അതില്ലാതെ നമ്മൾ 2 സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ പോലീസിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അതിനൊരു മറുപടി കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അപ്പൊ അതിനുള്ള സംവിധാനം എന്താണെന്ന് റെയിൽവേ ആണ് ആലോചിക്കേണ്ടത്. അതെങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിക്കും. നമുക്ക് സജഷൻസ് കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മൾ ആവശ്യപ്പെടുന്നത് എല്ലാ സ്റ്റേഷനിലും എല്ലാ ട്രെയിനിലും എല്ലാ കമ്പാർട്ട്മെന്റിലും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകണം എന്നുള്ളതാണ്. CCTV ഉൾപ്പെടെയുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് താങ്കൾ അന്വേഷിച്ചിരുന്നോ? കാരണം ഇന്നലെ നമ്മൾ പലതും കേൾക്കുന്നുണ്ട്. യാതൊരു പ്രകോപനമില്ലാതെയാണ് ഈ പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ടെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി ഇയാളോട് മാറാൻ പറയുന്നു. അപ്പോൾ അദ്ദേഹം മാറാതിരുന്നതിന്റെ പ്രകോപനത്തിലാണ് ചവിട്ടി തള്ളിയിട്ടതെന്ന് പറയുന്നു ഈ പെൺകുട്ടിയെ. ഇയാൾ അങ്ങനെയാണോ? എന്താണ് താങ്കൾക്ക് എന്താണ് അറിയാൻ സാധിച്ചത്? തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ ഈ സമയം വർക്കല ഉണ്ടായിരുന്നു. ഈ വണ്ടി പോകുന്ന സമയത്ത് ഞാൻ വർക്കല സ്റ്റേഷൻ അടുത്തുണ്ടായിരുന്നു. ഈ വാർത്ത അറിഞ്ഞ് ഞാൻ വർക്കല സ്റ്റേഷനിൽ ചെല്ലുകയും ഞാൻ RPF-മായി ബന്ധപ്പെടുകയും ചെയ്തു. ബന്ധപ്പെട്ടപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും സീരിയസ് ആണെന്നും അറിഞ്ഞത് ആ സമയത്താണ്. ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ആ പരിസരത്തുണ്ടായിരുന്നു. അപ്പോൾ RPF-ന്റെ ഒരു ഇടപെടലാണ് പ്രധാനമായും പ്രതിയിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിച്ചതല്ലേ? അതെ, തീർച്ചയായിട്ടും അത്തരം ഇടപെടൽ RPF-നും പോലീസിനും സംയോജിതമായ ഇടപെടലാണ് കൃത്യമായിട്ട് പ്രതിയെ പിടിക്കാനും അത് നടപടിയെടുക്കാനും സാധിച്ചത്. പക്ഷെ അത് സംഭവം ഉണ്ടായതിനു ശേഷമാണെന്നുള്ളതാണ്. നമുക്ക് ഈ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഒരു ഭയം വേണമെന്നുണ്ടെങ്കിൽ പോലീസിന്റെ സാന്നിധ്യം എല്ലാ ട്രെയിനുകളും ഉണ്ടാകണമെന്നുള്ളതാണ് യാത്രക്കാരുടെ ആവശ്യം. അതിന് പോലീസിന്റെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. ഈ നമ്മളിപ്പോൾ സൗമ്യയുടെ കാര്യം പറഞ്ഞു, അതിനുശേഷം വലിയ തരത്തിൽ സുരക്ഷ കൂട്ടുന്നെന്നുള്ള വാർത്തകൾ വിവരങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ട്രെയിൻ യാത്ര സുരക്ഷിതമല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അപകടങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാത്തത് അത് ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മറ്റ് പിന്നെ യാത്രക്കാർ കുറച്ച് വിജിലന്റ് ആണ്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആൾക്കാരുള്ളത് കൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ഭയം കൊണ്ട് കൃത്യമായിട്ട് അത് പോലീസിലെത്തും എന്നുള്ളൊരു ഭയമുള്ളത് തീർച്ചയായിട്ടും ഈ അക്രമികളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്നിരുന്നാലും ഈ പോലീസ് സംവിധാനം കൃത്യമായി ഒരു കാര്യക്ഷമമായ രീതിയിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഫ്രണ്ട്സ് ഓൺ റെയിൽസിന് ആവശ്യപ്പെടാനുള്ളത്. അതെ, അപ്പോൾ ആ സുരക്ഷ അത് കുറവാണ് എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ ഞാൻ അടക്കമുള്ള പെൺകുട്ടികളാകട്ടെ സ്ത്രീകളാവട്ടെ എല്ലാവരും അധിക ആളുകളും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു സുരക്ഷയും ഇല്ല ഇന്ത്യൻ റെയിൽവേ യാത്ര ചെയ്യാനല്ലേ? ഒരു സുരക്ഷയും ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നതിനോട് താല്പര്യമില്ല. പക്ഷേ സുരക്ഷ കുറവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സുരക്ഷ കിട്ടുന്നില്ല. സെക്യൂരിറ്റിയുടെ കുറവുണ്ടല്ലേ? തീർച്ചയായിട്ടും സെക്യൂരിറ്റിയുടെ കുറവുണ്ട്. ശരി.
വളരെ നന്ദി ശ്രീ ലിയോൺസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹം ട്രെയിൻ യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. വീണ്ടും ഡാൻ കുര്യനിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് ഈ സോനയുടെ സുഹൃത്ത് അർച്ചനയുടെ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം ഒന്ന് കണ്ടതിന് ശേഷം ഡാനിലേക്ക് പോയിട്ട് വരാം. നിൽക്കുമായിരുന്നു, അപ്പൊ ചവിട്ടി തള്ളിയിടുവായിരുന്നു കുട്ടീനെ. എത്ര വയസ്സുള്ള ആളാണ്? 19. നിങ്ങൾ ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു? ഞങ്ങൾ ട്രെയിനിൽ ബാത്റൂമിൽ പോയിട്ട് പുറത്തിറങ്ങുമായിരുന്നു. അപ്പോഴാണ് ചവിട്ടി തള്ളിയിട്ടത്. ലേഡീസ് കമ്പാർട്ട്മെന്റ്? ലേഡീസ് കമ്പാർട്ട്മെന്റ് അല്ലായിരുന്നു, ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു. അതിൽ ലേഡീസ് ജനറൽ കമ്പാർട്ട്മെന്റ്? ഞങ്ങള് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരിയെ ചവിട്ടി നടുവിന് ചവിട്ടി തള്ളിയിടുവായിരുന്നു. എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ച് എന്നെയും പാതി പുറത്തിട്ട്. മറ്റു പ്രകോപനമൊന്നും ഉണ്ടായി? ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണില്ല, പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു? എന്നെ പിടിച്ച് കയറ്റി രക്ഷപ്പെട്ട. അല്ല, ജനറൽ കമ്പാർട്ട്മെന്റ്. ഞങ്ങൾ ആലുവന്ന്. നാട് ആലുവയാണ്? അല്ല, ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാ. നമ്മളിവിടെ പോയിട്ട് വരാം. ശരി സാർ, ശരി, ഓക്കെ. എന്റെ പേര് അർച്ചന. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ അപകടത്തിൽപ്പെട്ട പെൺകുട്ടി തിരുവനന്തപുരം സ്വദേശിനിയാണല്ലോ അല്ലേ? ഇവർ ആലുവയിൽ നിന്ന് വരികയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ രണ്ടുപേർ മാത്രമേ അവർക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഡാൻ? അവരേതോ ഒരു ആവശ്യത്തിന് മടങ്ങി വരികയായിരുന്നു. പ്രായപൂർത്തിയായ 2 കുട്ടികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ യാത്രക്കിടയിൽ തിരുവനന്തപുരത്തേക്ക് ഇറങ്ങുക എന്ന ലക്ഷ്യത്തോടെ അവർ അതിനുവേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. വർക്കല കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന തരത്തിലായിരുന്നു അവരുടെ യാത്ര. കേരള എക്സ്പ്രസിൽ വളരെ തിരക്കുള്ള ട്രെയിനാണ്. ഒരുപാട് യാത്രക്കാർ ഇന്നലെയും ഉണ്ടായിരുന്നു. അതിനിടയിൽ ഈ ഇറങ്ങുന്നതിന് മുമ്പായി അവർ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു തർക്കമുണ്ടാകുന്നത്. ഈ സീറ്റിനടുത്ത് ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ തർക്കമാണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് നയിക്കുകയും ഈ 19-കാരിയെ ചവിട്ടി ഈ പുറത്തേക്ക് ചവിട്ടി എറിയുകയും ചെയ്യുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ചവിട്ടി വീഴ്ത്തുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്ത ഇപ്പോൾ ലഭിക്കുന്നത് അപകടനില തരണം ചെയ്യുന്നു എന്നുള്ള ഒരു ആദ്യ സൂചനകളാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. ആശ്വാസമുള്ള വാർത്ത തന്നെയാണ്. പെൺകുട്ടി വളരെ വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഇപ്പോൾ ഡാൻ തുടരുക. ഇപ്പോൾ ബിന്ദു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിന്ദു ഈ ഫ്രണ്ട്സ് ഓൺ റെയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ബിന്ദു, ഏറെ ദാരുണമായ സംഭവം, നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ യാത്രക്കാർക്കൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. എന്താണ് പ്രതികരണം? നമസ്കാരം, ഞാൻ ബിന്ദു വയലാർ, ഫ്രണ്ട്സ് ഓൺ റെയിൽസിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ്. അതിന്റെ സംസ്ഥാന സെക്രട്ടറി ജെ ലിയോൺസ് ആണ്. അപ്പോ ഇത്തരം സംഭവങ്ങൾ ഇപ്പൊ നിങ്ങൾ ആശ്വാസകരമായി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ, ആശ്വാസം എന്ന് പറഞ്ഞത് ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ പ്രാർത്ഥനയാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞ